നല്ല ആരോഗ്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. നല്ല ഭക്ഷണം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നും മട്ടൻ കഴിക്കുക, എന്നും പോർക്ക് കഴിക്കുക, ബീഫ് കഴിക്കുക, അങ്ങനെയല്ല. മായം കലരാത്ത ഭക്ഷണം കഴിക്കാൻ പറ്റണം. നല്ല അടിപൊളി, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അത് നമുക്ക് ഉണ്ടാക്കി തരുന്നത് നമ്മുടെ സ്വന്തം ലവലിയമ്മച്ചിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊണ്ടാട്ടം, ചിക്കൻ കൊണ്ടാട്ടമാണ്. ശരിക്കും ഒറിജിനലായിട്ട് എങ്ങനെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇനി ഇവിടെ ഇരിക്കുന്നത് കുറച്ച് വലിപ്പത്തിലരിഞ്ഞ സവാള, ക്യാപ്സിക്കം, പച്ചമുളക്. അത് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിരിക്കുന്നത് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കളറിന് വേണ്ടി കാശ്മീർ ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടാതെ കുരുമുളക് പൊടി, ഗരം മസാല, അതോടൊപ്പം തന്നെ കുറച്ച് കോൺഫ്ലവർ, പിന്നെ ഒരു മുട്ട, പിന്നെ ഉപ്പ്, നാരങ്ങ നീര് എപ്പോഴും നമ്മളെ കയ്യിൽ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് വിനാഗിരി വേണമെങ്കിലും 2 സ്പൂണ് ചേർക്കാവുന്നതാണ്. ഇനി അതിനെ ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് 2 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണല്ല, 1 കിലോ ആയതുകൊണ്ട് 4 സ്പൂണ് വേണ്ടി വരും. അതിൽ 1 സ്പൂണ് ഗരം മസാല, കുരുമുളക് പൊടി, 1 ചെറിയ സ്പൂണ് കുരുമുളക് പൗഡർ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഇനി നമ്മുടെ കോൺഫ്ലവർ നമുക്ക് ഒരു 4 സ്പൂണെങ്കിലും ചേർക്കണം. എന്ന് വെച്ചാൽ മസാലയെല്ലാം ഇറച്ചിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഈ കോൺഫ്ലവർ ചേർക്കുന്നത് കാരണം മസാല അതിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ട് എണ്ണയിൽ അത് മസാല പോകുന്നില്ല. അപ്പോൾ നമുക്ക് ചുമയോ അങ്ങനെ ബുദ്ധിമുട്ടുകളോ യാതൊന്നും ഉണ്ടാകുന്നില്ല. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇത്. അതോടൊപ്പം അതിൽ പിടിച്ചിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉപ്പ്, രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു. പോരായെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം, ഉപ്പ് നോക്കിയതിന് ശേഷം. ഇത് 2 ചെറിയ നാരങ്ങയാണ്. ചെറിയ നാരങ്ങയുടെ നീരായതുകൊണ്ട് നമ്മൾ അത് മുഴുവനും ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറുതാണ്, വളരെ ചെറിയ നാരങ്ങ. അല്ലെങ്കിൽ നല്ല നാരങ്ങയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ നാരങ്ങ നീര് മതിയാകുമായിരുന്നു. ഇനി ഒരു മുട്ട അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ഇറച്ചി പൊള്ളി കിട്ടാനും നന്നായിട്ട് അതിൽ പുരണ്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനെ കുഴയ്ക്കാം. അതിൽ ഉള്ള വെള്ളവും ഈ മസാലകളും കൂടി ചേർത്താണ് കുഴയ്ക്കുന്നത്. ലിക്വിഡ് രൂപത്തിലാകെ ചേർത്തിട്ടുള്ളത് നാരങ്ങ നീര് മാത്രമാണ്. ഇതുപോലെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. അപ്പോൾ ഈ അരപ്പ് അതിൽ നന്നായിട്ട് പിടിച്ച് ആ പുളിയെല്ലാം അതിലോട്ട് നന്നായിട്ട് ഇറച്ചിയിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് അരമണിക്കൂർ നേരം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നല്ല പരുവമായി കിട്ടും. ചട്ടി ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ വളരെ നന്നായിട്ട് മുളകും ഇതെല്ലാം ചേർന്ന് നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. വളരെ നല്ല രസമായിട്ട്. ഇനി ഇതിനെ നമുക്ക് പൊരിച്ചെടുക്കാം. പൊരിക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ അളവ് നമ്മളെങ്ങനെയാണോ പൊരിക്കുന്നത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ചട്ടി നന്നായി ചൂടായതുകൊണ്ട് എണ്ണ വേഗം ചൂടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഇറച്ചി ഓരോന്നായിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കയ്യിൽ എണ്ണ
തെറിക്കാതെ സൂക്ഷിക്കണം. ഇത് ഇതാ മൊരിഞ്ഞിട്ടുണ്ട്, പാകമായി. നമുക്കിത് നല്ല കളറാണ്, കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കിത് ആദ്യം ഒന്ന് കോരി മാറ്റാം. നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഈ ബൗളിലേക്കൊന്ന് മാറ്റാം. ചിക്കൻ പൊരിച്ചത് റെഡിയായിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് എണ്ണ ഈ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു സവാള, ഒരു സവാള എടുത്ത് ഇത്തിരി കട്ടിക്ക് അരിഞ്ഞത് അത് ഇതിനകത്തോട്ട് ഇടുകയാണ്. അതിനകത്ത് ഒരു 4 പച്ചമുളക് രണ്ടായിട്ട് കീറിയത് അതും അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിനകത്തോട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. 2 ക്യാപ്സിക്കം ഇച്ചിരി വലിപ്പത്തിൽ അരിഞ്ഞതാണ്. ക്യാപ്സിക്കമിൽ വലിയ വേവില്ല, അതുകൊണ്ട് ഒത്തിരി വേവുന്നത് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് അതിനകത്തോട്ട് ഇനി ചേർക്കേണ്ട ചേരുവകൾ ചേർത്ത് കൊടുക്കാം. സോയാ സോസ് ഒരു 2 സ്പൂണ് അത് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. 2 സ്പൂൺ ചില്ലി സോസും 2 സ്പൂണ് സോയാ സോസും ഇട്ട് അതിനകത്തോട്ട് ഇട്ട് ഇളക്കി ഇങ്ങനെ ആക്കി. ഇനി അതിനകത്ത് കൂടി ഇതും കൂടെ ടൊമാറ്റോ സോസ്, അതും ഒരു വലിയ സ്പൂണിന് 2 ടേബിൾ സ്പൂണിന് 2 സ്പൂണ്. ഇത് മതിയാകും. അല്ല നമുക്ക് ഇച്ചിരി കൂടെ ടേസ്റ്റ് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ കെച്ചപ്പ് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഇച്ചിരി കെച്ചപ്പും കൂടെ ഇതിൻ്റെ കൂടി ആഡ് ചെയ്യുകയാണ്. ഒരു 2 സ്പൂൺ തന്നെയാണ് അതും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം ഇടണമെന്നില്ല. അപ്പം കൊണ്ടാട്ടത്തിൽ ക്യാപ്സിക്കം ഇടുമോ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ എൻ്റെ അടുത്തും അതും ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ടു. അതുകൂടാതെ ക്യാപ്സിക്കം ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ടേസ്റ്റ് എനിക്കിഷ്ടമാണ്, എൻ്റെ വീട്ടിലുള്ളവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ക്യാപ്സിക്കം അതിനകത്ത് ചേർത്ത് കൊടുത്തത്. ഇത് ചെറിയ ഫ്ലെയിമിൽ വയ്ക്കാൻ പാടില്ല. നമ്മൾ ശരിക്കും ഉള്ള നല്ല ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2-4 സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് എന്ന് വെച്ചാൽ ഇറച്ചി പൊരിച്ചത് കൊണ്ട് വെള്ളമില്ലെങ്കിൽ അതിലെല്ലായിടത്തും പിടിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഈ 4 സ്പൂണ് വെള്ളം ഞാൻ അതിനകത്തോട്ട് ചേർക്കുകയാണ്. ശകലം പഞ്ചസാര, 1 സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഈ പൊരിച്ച് വെച്ച ഈ ഇറച്ചി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൊണ്ടാട്ടം ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി നമ്മുടെ മുളക്, ഉണക്കമുളക് ഒന്ന് ചതച്ചതാണ്. അത് സാധാരണ നമ്മളെ വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം, കടകളിൽ നിന്ന് വാങ്ങിക്കാനും നമുക്ക് ഇപ്പോൾ കിട്ടുന്നതാണ്. അതൊന്ന് അതിൻ്റെ മേളിൽ കൂടി വിതറി കൊടുക്കാം. അത് വളരെ ഭംഗിയായിട്ടും നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കുന്നുണ്ട്. എരിവിൻ്റെ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കും. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം അങ്ങനെ റെഡിയായിട്ടുണ്ട്. നല്ല ഭംഗിക്ക്, നല്ല ടേസ്റ്റിന്, നല്ല മണത്തോടുകൂടി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കുക, കഴിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇതാ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തരത്തിലുള്ള മായം കലരാത്ത നല്ല അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം അമ്മച്ചി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് രുചിച്ച് നോക്കാം. അടിപൊളിയായിട്ടുണ്ട് അമ്മച്ചി, സൂപ്പറായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കണ്ടതാണ്, ഒരു തരത്തിലുള്ള മായോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല.
ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അത് തീർച്ചയായിട്ടും അത് കഴിക്കണം. അതിൻ്റെ അഭിപ്രായങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ കൂപ്പുകൈ.